ശ്രീ സാർ നമസ്കാരം. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ പോയി പകരം വരുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. RSSന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ഇദ്ദേഹം വരുമ്പോൾ പറയപ്പെടുന്നത് പുലി പോയി പകരം വരുന്നത് സിംഹമാണ് എന്നാണ് ചർച്ചകൾ. ഈ പുതിയ ഗവർണർ വരുമ്പോൾ സർക്കാരിന് ഒരു ആശ്വാസമാണോ ഉണ്ടാവുക? അതല്ല ഈ പറയുന്ന പോലെ ആരിഫ് മുഹമ്മദ് ഖാനുമായി ഏറ്റുമുട്ടിയതുപോലെ ഇദ്ദേഹവുമായി ഏറ്റുമുട്ടേണ്ടി വരുമോ? പാർത്ഥൻ നമസ്കാരം. ഈ ഒരു വിഷയം നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഗവർണറായിട്ട് ചുമതല ഏറ്റെടുക്കുന്ന സമയത്തും ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ സർക്കാരിനോട് വളരെ ചേർന്ന് സൗഹൃദമായിട്ട് തന്നെ പോകുന്നതാണ് ദീർഘകാലം നമ്മൾ കണ്ടത്. അപ്പോൾ ആ സമയത്താണ് പിന്നീട് വിവാദമായ കണ്ണൂർ VCയുടെ എക്സ്റ്റൻഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്. അത് പിന്നീട് എങ്ങനെയാണ് ഒരു സൗഹൃദ സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് പേഴ്സണലായിട്ട് തന്നോട് അറിയിച്ചിരുന്ന ഒരു കാര്യം ഇവരെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുകയും എന്നാൽ പിന്നീട് അവിടെ തനിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലത്തേക്കോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ മൊത്തത്തിലുള്ള നടത്തിപ്പിന് ഹിതകരമല്ലാത്ത രീതിയിലത്തേക്കോ ഉള്ള പ്രവർത്തനം നടന്നത് എങ്ങനെയാണ് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വാധീനം അവിടെ പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കുറേയധികം കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുകയാണ്. അപ്പോൾ തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്ന ഒരു സമീപനം ശരിയായില്ല എന്ന രീതിയിൽ ഒരു സ്വയം വിമർശനമായി കൂടി അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിഷയത്തിനെ പറ്റി പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ചിട്ടാണ് ഈ രീതിയിലത്തേക്ക് ഗവർണർ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്റ്റൈലായി മാറുന്നു എന്ന രീതി നമ്മൾ കണ്ടത്. പിന്നീട് അത് പാച്ചപ്പ് ആയിട്ടില്ല. പലപ്പോഴും പല ഔദ്യോഗികമായിട്ടുള്ള പല ചടങ്ങുകളുടെയും ഭാഗമായിട്ട് മുഖ്യമന്ത്രിയാണെങ്കിലും ഗവർണറാണെങ്കിലും ഒന്നിച്ച് ഒരേ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകേണ്ടുന്ന ആവശ്യകത ഉണ്ടായിരുന്ന സമയത്ത് അവരൊന്നിച്ചുണ്ടായി എന്നതിനപ്പുറത്തേക്ക് ആ ഒരു ഭൗതിക സാന്നിധ്യം എന്നതിനപ്പുറത്തേക്ക് ഇവർ തമ്മിൽ പല സന്ദർഭങ്ങളിലും പരസ്പരം മുഖം കൊടുക്കുക പോലും ചെയ്യാതെ ഇരുന്നത്, ഷേക്ക് ഹാൻഡ് കൊടുക്കാതിരുന്നത് പോലും നമ്മൾ കണ്ടിരുന്നതാണ്. അതെല്ലാം തന്നെ ചർച്ചയായതാണ്. ഏറ്റവും അവസാനം എങ്കിൽ പിന്നെ അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി ഇവിടെ ഒഫീഷ്യലായിട്ടുള്ള ഡ്യൂട്ടി ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് വേണമെങ്കിൽ സർക്കാരിന് കൊടുക്കാമായിരുന്നു. പക്ഷേ അതിന് പോലും സർക്കാർ തയ്യാറായില്ല. വേണമെങ്കിൽ അവർക്കൊരു എക്സ്ക്യൂസ് ആയിട്ട് അവിടെ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടായിരുന്ന ഒരവസ്ഥയെ പറ്റിയൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് ചില ദുഃഖാചരണ പരിപാടികളൊക്കെ തന്നെ MT വാസുദേവൻ നായരുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഉണ്ട് എന്നതൊക്കെ തന്നെ പറയാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രിക്കോ മറ്റു മന്ത്രിമാർക്കോ അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് സന്ദർശിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ യാത്രയപ്പ് ഒഴിവാക്കാം, പക്ഷേ അദ്ദേഹത്തിനെ സന്ദർശിക്കുക, അദ്ദേഹത്തിനൊരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് ആശംസകൾ നേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസകൾ നേർന്ന് അതിനെ ശുഭപര്യവസായിയായി നിർത്താമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള രീതിയിലത്തേക്ക് പഴയ സിനിമകളിൽ കാണുന്ന ശുഭം എന്നെഴുതുന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്ലൈമാക്സ് ഇതിനുണ്ടായില്ല എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് ഇനി പുതിയൊരാൾ അർലേക്കർ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ എന്ത് പ്രതീക്ഷിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് കുറേയധികം ആശങ്കകൾ ഇവിടെ ഉണ്ട്. കുറേയധികം അഭ്യൂഹങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ചില ആൾക്കാർ പറയുന്നത് ഒരുപക്ഷെ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കൂടുതൽ വലിയ രീതിയിലത്തേക്കുള്ള കർക്കശക്കാരനായിട്ടുള്ള ഒരാളാണ് അർലേക്കർ എന്ന രീതിയിലത്തേക്കുള്ള ഒരഭിപ്രായ പ്രകടനം അവിടെ വരുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഗവർണറായിട്ട് ചുമതല ഏറ്റിരുന്ന മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ബീഹാർ ആണെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ കാലാവസ്ഥ എന്താണ്, കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയം അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ, ഹിമാചൽ പ്രദേശിൽ എങ്ങനെയായിരുന്നു, അത് തന്നെ മൊത്തത്തിലുള്ള പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഈ സംസ്ഥാനങ്ങളുടെ സ്വാധീനം, അവിടെയുള്ള തർക്കം ഉണ്ടാവുകയാണെങ്കിൽ പോലും അതെങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതിൻ്റെ സ്വാധീനം എന്താണ് തുടങ്ങിയ കാര്യങ്ങളുമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റേതായിട്ടുള്ള ഒരു ഹോസ്റ്റൈലിറ്റിയുടെ ഒരു ഹിസ്റ്ററി അവിടെ നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സന്ദർഭത്തിലേക്ക് ഇപ്പോൾ അർലേക്കർ വരുന്നത് നമ്മൾ കാണുന്നത്. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അർലേക്കറിന് ശക്തമായിട്ടുള്ള RSSൻ്റെ ഒരു ചരിത്രം അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതല്ലെങ്കിൽ തന്നെ അദ്ദേഹം ഭരണസാരഥ്യത്തിൽ ഇരുന്നതുണ്ട്. ഗവർണറായിട്ട് മുൻപ് പല സംസ്ഥാനങ്ങളിൽ ഇരുന്ന ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇവിടേക്ക് വരുന്ന സമയത്ത് സാഹചര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. കാരണം ഇവിടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഗവർണറുമായിട്ട് ഒന്നിച്ചു പോകുന്നില്ല എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കുറേയധികം പ്രതിസന്ധികൾ ഭരണപരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അസംബ്ലിയിൽ ഒരു നിയമം പാസ്സാക്കുന്നു, ആ നിയമം പാസ്സാക്കിയിട്ട് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവർണറുടെ അസൻറ്റ് അതിന് കിട്ടാതിരിക്കുന്നു. അതിന് പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടനയിൽ ഒരു സമയപരിധി പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം സമയം വേണമെങ്കിലും ഗവർണർക്ക് എടുക്കാം എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നു. ഗവർണർക്കെതിരെ പലപ്പോഴും കോടതികളിലേക്ക് സർക്കാർ പോകുന്ന ഒരു കാര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു തവണ ഹോസ്റ്റൈലിറ്റി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് പാച്ചപ്പ് ആവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അവസാനം ചില കാര്യങ്ങളൊക്കെ രാഷ്ട്രപതിക്ക് ഞാൻ അയക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള നിലപാടുകളിലേക്ക് പോലും ഗവർണർ പോയതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെയുള്ള പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ PSCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ
ചാൻസലറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിരവധി വൈസ് ചാൻസലർമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് പെട്ടെന്ന് ആ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭരണനിർവഹണത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യവുമാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ തുടർന്നിരുന്നുവെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ കൂടുമായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം മാറി മറ്റൊരാൾ വരുന്ന സമയത്ത് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തെല്ല ആശ്വാസം എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹത്തിൻ്റെ നേച്ചർ എന്താണെങ്കിൽ തന്നെയും ആദ്യമായിട്ടാണ് വരുന്നത്, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഹോസ്റ്റൈലിറ്റി അവിടെ ഇല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹവുമായി ചേർന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു അതേപോലെ ഇദ്ദേഹത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സമീപനം എന്തായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രീമെഡിറ്റേഷൻ പുതിയൊരു ഗവർണർക്ക് ഉണ്ടാവുക എന്നുള്ളത് നാച്ചുറലായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില താല്പര്യങ്ങളുടെ, അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളുടെ ഒക്കെ ഭാഗമായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനമായിരുന്നിരിക്കാം എന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് ചിന്തിക്കാം. അതുകൊണ്ട് തന്നെ ചില വിഷയങ്ങളൊരു പുനർവിചിന്തനത്തിന് അദ്ദേഹം തന്നെ പോകാം. വരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് തന്നെ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാനൊരു കോൺഫ്രണ്ടേഷണൽ മോഡിലേക്ക് പോകുന്നതിനല്ല, പകരം സർക്കാരിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ പല കാര്യങ്ങളിലും ഒരുപക്ഷെ സർക്കാരിനോട് കൂടുതലായിട്ടുള്ള വിശദീകരണങ്ങൾ ചോദിച്ചേക്കാം. അതിനുള്ള എല്ലാ അവകാശാധികാരങ്ങളും ഭരണഘടനാപരമായി തന്നെ ഗവർണർക്കുണ്ട്. അപ്പോൾ ഗവർണർ അത് ചോദിക്കുന്ന സമയത്ത് എന്തായാലും അവിടേക്ക് ആളെ വിടില്ല എന്നോ അവിടേക്ക് മന്ത്രിമാർ പോവില്ല എന്നോ അവിടേക്ക് ഉദ്യോഗസ്ഥരെ അയക്കില്ല എന്നുള്ള നിലപാട് നേരത്തെ സ്വീകരിച്ചിരുന്നത് മുഖ്യമന്ത്രിയാണെങ്കിൽ ഇത്തവണ അദ്ദേഹം അത് സ്വീകരിക്കാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ ഗവർണറുടെ അസന്റ് പെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നിയമത്തിൽ, ഏതെങ്കിലും ഒരു ഓർഡിനൻസിൽ, ഏതെങ്കിലും ഒരു ബില്ലിൽ ഗവർണർക്ക് കുറച്ചുകൂടി ആശയവിനിമയം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും നിശ്ചയമായും മുഖ്യമന്ത്രി ഇവിടെ പോകും, മറ്റു മന്ത്രിമാർ പോകും, ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ആവശ്യമാണെങ്കിൽ അവർ പോകും. ആ കാര്യത്തിൽ തർക്കമുണ്ടാവില്ല. കാരണം ഇത് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തെ വെറുപ്പിക്കാനായിട്ട് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇനി അഥവാ ആ രീതിയിലത്തേക്കുള്ള ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത് എങ്കിൽ അത് നിഷേധാത്മകം എന്ന രീതിയിൽ മാത്രമേ മാധ്യമങ്ങളടക്കം അതിനെ കാണുകയുള്ളൂ. ഗവർണർ പോലും ആ രീതിയിലത്തേക്ക് കാണുകയുള്ളൂ. അപ്പോൾ കോൺഫ്രണ്ടേഷണൽ മോഡിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തയാളാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീ ആർലേക്കർ ഇവിടെ വരുമ്പോൾ സർക്കാർ കൂടുതൽ അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കാനും അദ്ദേഹത്തിനെ തങ്ങളുടെ പോളിസികളെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനുമൊക്കെ ശ്രമിക്കാനുള്ള ഒരു സാധ്യതയാണ്. ഇത് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ കോൺട്രവേഴ്സിക്ക് അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയല്ല ആർലേക്കർ. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ബോധ്യങ്ങളുണ്ട്, ചില തീരുമാനങ്ങളുണ്ട്. അദ്ദേഹം ബീഹാറിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം നടത്തിയിരുന്ന ഒരു പ്രസ്താവന പോലും ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള കൺവെൻഷണൽ പൊളിറ്റിക്സിനോട്, പൊളിറ്റീഷ്യൻസിൻ്റെ താല്പര്യങ്ങളോട്, രാഷ്ട്രീയ പാർട്ടികളുടെ ചില ബോധ്യങ്ങളോട് ചേർന്ന് നിൽക്കാത്തതാണ്. കാരണം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നത് ആംഡ് സ്ട്രഗിളിൽ കൂടിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന വന്നു. അപ്പോൾ സത്യാഗ്രഹമോ അഹിംസയോ അല്ല, മറിച്ച് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു റോൾ അവിടെ വഹിച്ചിരുന്നത് ആംഡ് സ്ട്രഗിളാണ്, സായുധ സമരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനെ അദ്ദേഹം പല ഉദാഹരണങ്ങളും ചരിത്രത്തിൽ നിന്ന് പറയുകയും ചെയ്തു, ബ്രിട്ടീഷുകാരായിട്ടുള്ള നിരവധി ആൾക്കാരെ. അപ്പോൾ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വസ്തുതയാണ്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നിരവധി വിപ്ലവകാരികളുണ്ടായിരുന്നു. ആംഡ് സ്ട്രഗിൾ തന്നെ നേരിട്ട് വളരെ സുസജ്ജമായിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് അത് നയിച്ച സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്. INA ഒരു വലിയ എഫേർട്ട് അവിടെയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നീട് റെഡ് ഫോർട്ട് ട്രയൽ ഉണ്ടായിരുന്നതിനെ പറ്റി നമുക്കറിയാം. അതല്ലെങ്കിൽ നമ്മുടെ നേവൽ മ്യൂട്ടണി എന്ന് വിളിച്ചിട്ട് ബ്രിട്ടീഷുകാർ ആക്ഷേപിച്ചിരുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന മുംബൈയിൽ നിന്ന് ആരംഭിച്ചിരുന്ന ചില കലാപങ്ങളുണ്ട്, ചില സമരങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ സായുധ സമരമായി മാറാൻ സാധ്യതയുള്ളതോ സായുധ സമരങ്ങളോ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ധാരയെ പൂർണ്ണമായും വിസ്മരിച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാർ പറയുന്ന ഒരു ട്രഡീഷണൽ കൺവെൻഷണൽ അഹിംസാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ സായുധ സമരത്തിന് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യമില്ലാത്ത സത്യാഗ്രഹത്തിൽ മാത്രം ഉറച്ചിരുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവിനെ പൊളിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചരിത്രത്തിലേക്ക് നമ്മൾ പോയാൽ പോലും നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന സമയത്തുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ആംഡ് സ്ട്രഗിളാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നും അതിന് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു പ്രധാനപ്പെട്ട കാരണമെന്നും INA ആയിരുന്നു പ്രധാനപ്പെട്ട കാരണമെന്നും അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന 1945 മുതലുണ്ടായിരുന്ന നാവിക സമരം അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നും അദ്ദേഹം തുറന്നു തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് പിന്നീട് പുസ്തക രൂപത്തിൽ വന്നിരിക്കുന്നതും ഒക്കെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. കൽക്കട്ടയിലെ ആക്ടിംഗ് ഗവർണറായിരുന്ന PV ചക്രവർത്തിയോട് അദ്ദേഹം അത് പറഞ്ഞിരുന്നതും അദ്ദേഹം പിന്നീട് അത് പുസ്തകമായിട്ട് എഴുതിയിരുന്നതും ഒക്കെ തന്നെ നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരുന്ന സമയത്ത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത് എന്താണ്, എന്ത് കാര്യമായിരുന്നു അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നത്, എന്തുകൊണ്ടാണ് തിടുക്കത്തിൽ
ആ ഒരു തീരുമാനത്തിലേക്ക് പോയത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ചരിത്രപരമായിട്ട് മറ്റധികം ആൾക്കാർ പറയാത്ത ചില വസ്തുതകളെ കോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു വ്യക്തിയാണിത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നോർമൽ നറേറ്റീവ് വെച്ചിട്ട് അഹിംസ കൊണ്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്, ഇവിടെ ഒറ്റധാര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നതാണ് കൂടുതൽ സൗകര്യം. അപ്പോൾ കൺവെൻഷനലായിട്ടുള്ള സൗകര്യത്തിനെ മാനിക്കാതെ സൗകര്യമില്ല എങ്കിലും അസൗകര്യം ഉണ്ടാക്കുമെങ്കിലും പ്രതിഷേധം ജനിപ്പിക്കുമെങ്കിലും തൻ്റെ ബോധ്യത്തിനനുസരിച്ചിട്ടുള്ള ചരിത്രം എന്താണോ അത് പറയുന്നതിന് വേണ്ടി വൈമനസ്യം കാണിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഈ അർലേക്കർ എന്നുള്ളത് കൂടി പരിഗണിക്കുന്ന സമയത്ത് ഇനി എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം പോവുക എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ചിന്തനീയമാണ്. എന്തായാലും ആദ്യ ദിവസങ്ങളിൽ, ആദ്യ മാസങ്ങളിൽ വളരെ ഹോസ്റ്റൈലായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതകളുമില്ല. പക്ഷെ പിന്നീട് എങ്ങനെ പോകും? ഇപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഒരു ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. പ്രത്യേകിച്ച് ഈ രണ്ട് ഗവർണർമാരെയും അതിനിടയിൽ ഒരു ചെറിയ കാര്യം ചോദിക്കുന്നു. അതായത് ഈ ഗവർണറുമായി ബന്ധപ്പെട്ട് ചില പെൻഡിങ്ങിലുള്ള ഫയലുകളൊക്കെ ഉണ്ട്. അതായത് ചില ബില്ലുകളൊക്കെ സർക്കാർ പാസ്സാക്കി അയച്ചിട്ടുണ്ട്, അതിന് അംഗീകാരം കിട്ടേണ്ടതുണ്ട്. അതൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. ചിലതൊക്കെ രാഷ്ട്രപതിക്ക് അയച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ പെൻഡിങ്ങിലുള്ള ബില്ലുകളൊക്കെ എത്രയും പെട്ടെന്ന് പാസ്സാക്കിയെടുക്കുക എന്നൊരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ലേ? അതിന് ഈ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഒരു സമീപനം എന്തായിരിക്കും? ഒരു അനുകൂലമായ സമീപനമായിരിക്കും എന്നാണോ അങ്ങ് കരുതുന്നത്? നമ്മുടെ സമയപരിമിതിയുണ്ട്, വളരെ ചുരുങ്ങിയ വാക്കുകൾ. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്റ്റൈലായിട്ട് പോവുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ സർക്കാർ പെൻഡിങ്ങിൽ ഇരുന്നിരുന്ന ബില്ലുകൾ പെട്ടെന്ന് പാസ്സാക്കിയെടുത്ത് നിയമനിർമ്മാണം നടപ്പാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കൂടുതൽ ഈ ഒരു സമയത്ത് തൃപ്തി ഉണ്ടാവുക പിണറായി വിജയനാണ്. കാരണം അദ്ദേഹത്തിന് മറ്റൊരു പുതിയ ഗവർണറെ കിട്ടിയിരിക്കുന്നു, യാതൊരു വിധത്തിലുള്ള ഹോസ്റ്റൈലിറ്റിയും ഇല്ലാത്ത ഒരാളിനെ കിട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യം എന്താണെങ്കിലും അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഇതേ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണെങ്കിലും ഇദ്ദേഹം പുതിയൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ തങ്ങൾക്ക് അഭിപ്രായ ഭിന്നതകളില്ലാത്ത ഒരു വ്യക്തിയെ കൂടുതൽ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയും അദ്ദേഹവുമായി ഒരു ആശയവിനിമയത്തിലുള്ള പുതിയ മാർഗങ്ങൾ തുറക്കുന്നതിനും ഏറ്റവും കൂടുതൽ തൃപ്തി ഉണ്ടാവുക മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും കാര്യത്തിൽ ഒരാൾ അധികം വിശദീകരണം ആവശ്യമുണ്ട് എന്ന് ഗവർണർ പറഞ്ഞാൽ ആ പറഞ്ഞതിൻ്റെ അടുത്ത സെക്കൻഡിൽ അവിടെ ചെന്ന് ഹാജരാകാനായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും സജ്ജരായിരിക്കും, അവരതിന് തയ്യാറായിരിക്കും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ ഇവിടെ ഉള്ള ഒരു കാര്യമുണ്ട്. അതായത് ഒരു ഗവർണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ രണ്ട് ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു കൺസിസ്റ്റൻസി ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഏതെങ്കിലും ഒരു ബില്ല് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാവില്ലല്ലോ. അത് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന, അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ കൂടി രാഷ്ട്രീയവും താല്പര്യങ്ങളും കൂടി പരിഗണിച്ചിട്ടാവുമല്ലോ. അതല്ലെങ്കിൽ ഗവർണർക്ക് ഇത്രത്തോളം സ്റ്റാഫ് ഉണ്ടാകേണ്ടുന്ന ആവശ്യമില്ല, രാഷ്ട്രീയമായി അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവേണ്ടുന്ന ആവശ്യമില്ല, അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഓപ്പൺ ചാനലുകൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും അതേപോലെ രാഷ്ട്രപതിയുടെ വസതിയിലേക്കും ഉണ്ടാകേണ്ടുന്ന ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് ഭരണഘടനാപരമായി ചിന്തിച്ചാൽ പോലും ഗവർണർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഏജന്റും ഏജൻസിയുമാണ് എന്ന് അംബേദ്കർ അടക്കമുള്ള ആൾക്കാർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ നയം എന്താണോ അതിനോട് ചേർന്ന് നിൽക്കുന്ന തീരുമാനം മാത്രമേ ഇവിടെ ഒരു ഗവർണർ എടുക്കുകയുള്ളൂ. അതല്ല എങ്കിൽ അങ്ങനെയുള്ള തീരുമാനം എടുത്തിരുന്ന സമയത്ത് ഗവർണർ അനഭിമതനാവുകയും അദ്ദേഹത്തെ മാറ്റുകയും ചെയ്യണം. പക്ഷെ അങ്ങനെ മാറ്റിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ടേം അവിടെ പൂർത്തിയാകാനായിട്ട് അനുവദിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പുതുതായി വരുന്ന ഗവർണർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ എന്തൊക്കെ വിഷയങ്ങളാണോ ഒരു നയപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയുടെ പേരിൽ ഹോൾഡ് ചെയ്തിരുന്നത് അതിനെ പെട്ടെന്ന് അപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ എളുപ്പമല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ വിശദീകരണങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ വിശദീകരണത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആളെ വിടില്ല എന്ന് പറയുന്നതിന് പകരം ആളെ വിടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു ഇക്വേഷൻ, എങ്ങനെയാണ് ആ ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുന്നത് എന്നതനുസരിച്ചിരിക്കും. എന്തായാലും പെട്ടെന്ന് തിടുക്കത്തിൽ ഈ പെൻഡിങ്ങിലിരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് അർലേക്കർ ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ആവശ്യമുള്ള വിശദീകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്ന സമയത്ത് ഹാജരാകാനായിട്ട് സംസ്ഥാന സർക്കാർ ശ്രമിക്കും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. എന്തായാലും പുതിയ ഗവർണർ സംസ്ഥാന സർക്കാരിനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളുന്ന ഒരാളാണോ, ഇനി അതല്ല അതിനെ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് വേണ്ട വിശദീകരണങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണോ എന്നതൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.